ഗൈസ് എല്ലാവർക്കും നമസ്കാരം. ഇവിടെ വന്നതിൽ സന്തോഷം. ഞാൻ നേരെ മാറ്ററിലേക്ക് ഇറങ്ങാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇപ്പോൾ കുറച്ച് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് എൻ്റെ സൈഡിലുള്ളൊരു ഒരു വേർഷൻ നിങ്ങളെല്ലാവരും കേട്ടിരിക്കണമെന്ന് എനിക്ക് പേഴ്സണലി എനിക്കൊരു ആഗ്രഹമുണ്ട്. സോ നേരെ വിഷയത്തിലേക്ക് ഇറങ്ങാം. അപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്ത എൻ്റെ സിനിമകളിലൊക്കെ PR വർക്ക് ചെയ്ത ഈ പറഞ്ഞ വ്യക്തി എനിക്കെതിരെ ഒരുപാട് കാര്യങ്ങൾ സോഷ്യൽ മീഡിയയിലും ന്യൂസ് ചാനലിലൊക്കെ വന്ന് സംസാരിച്ചു. അതിലെനിക്ക് എന്നെ ഏറ്റവും ഡിസ്റ്റർബ് ചെയ്തൊരു കാര്യമാണ് എൻ്റെ സഹപ്രവർത്തകൻ, എൻ്റെ കോ ആക്ടർ, എൻ്റെ സുഹൃത്ത് എൻ്റെ പേര് വെച്ച് ഈ ഒരു വിഷുവിലേക്ക് ഒരു നിങ്ങളുടെ എല്ലാവരുടെയും മീഡിയാസിൻ്റെയൊക്കെ ട്രാക്ഷൻ കൊണ്ടുവരാൻ വേണ്ടി മാത്രം എൻ്റെ ഫ്രണ്ടിൻ്റെ പേര് അവർ യൂസ് ചെയ്തു. പുതിയതായിട്ട് റിലീസ് ചെയ്ത ഒരു സിനിമയുടെ പുള്ളി എഴുതിയ ഒരു റിവ്യൂ എനിക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ പുള്ളീനെ മർദ്ദിച്ചു. ഇതാണ് ഐ തിങ്ക് ഏറ്റവും കൂടുതൽ മീഡിയയിൽ വന്ന കാര്യം. ബ്രോ സൈലൻസ്. അപ്പോൾ മീഡിയയിൽ വന്ന കാര്യം ഇതാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ അതിൻ്റെ ആക്ച്വൽ അവസ്ഥകൾ, ദാറ്റ് ഈസ് വാട്ട് ഈസ് ദ റീസൺ, ഞാൻ എന്തിനാണ് അയാളെ പോയി മീറ്റ് ചെയ്തത്, എന്താണ് സംസാരിച്ചത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. ഒരു ഏകദേശം ഒരു 2 ആഴ്ചത്തോളം മുന്നേ എനിക്കൊരു അൺനോൺ നമ്പറിൽ നിന്നൊരു കോൾ വന്നിരുന്നു. ഈ കോളിൽ എനിക്ക് ഒരു ലേഡിയാണ് എന്നോട് സംസാരിച്ചത്. അൺനോൺ കോൾ ആയതുകൊണ്ട് ഇവർ പറഞ്ഞ കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങൾ ഫേസ് വാല്യൂവിൽ എടുത്തില്ല. പറഞ്ഞ കാര്യങ്ങൾ ഭയങ്കര ഗ്രീവൻസും ഭയങ്കര ഒരു ക്രിമിനൽ പശ്ചാത്തലമുള്ള കാര്യങ്ങളാണ് എന്നോട് പങ്കുവച്ചത്. എനിക്ക് പരിചയമുള്ള 3-4 പേരുടെ പേരുകൾ ഇവർ എടുത്തു പറഞ്ഞു. ഇതിൽ ഒരു പേര് ഈ പറയുന്ന വിപിൻ്റെയും കൂടിയായിരുന്നു. ഒപ്പം എൻ്റെ വളരെ അടുത്ത സുഹൃത്തായ വേറൊരു സുഹൃത്തിൻ്റെ പേരും കൂടി പറഞ്ഞിരുന്നു. ഈ 2 പേരും ഞാൻ ഇമ്മീഡിയറ്റ്ലി കോൾ ചെയ്ത് സംസാരിച്ചു. ഇങ്ങനത്തെ ഒരു സംസാരം ഉണ്ടായിട്ടുണ്ട്. വിറ്റ് ഈസ് എ ഭയങ്കര ക്രിമിനൽ സ്പേസിലുള്ള കാര്യങ്ങളാണ് സംസാരിച്ചത് എന്നോട്. ഈ കാര്യങ്ങളാണ് ഞാൻ ഈ അടുത്തായിട്ട് ഓണറബിൾ DGPക്കും ADGPക്കും വിത്ത് പ്രൂഫുകൾ ഞാൻ അയച്ചു കൊടുത്തേക്കണേ. ഒരാൾ സൈലൻസ് ആയിരുന്നു ഈ കോളിൽ. രണ്ടാമത്തെ ആളെന്ന് വിപിൻ അതിനെ ഇങ്ങനെ അൺനോൺ നമ്പറിലൊക്കെ വിളിക്കുന്ന കോൾസ് നമ്മൾ എൻ്റർടൈൻ ചെയ്യരുത്, വിച്ച് ഈസ് ഫെയർ. ഞാനത് വിട്ട് കളഞ്ഞു. ഒരു 2 ദിവസത്തിൻ്റെ ഗ്യാപ്പിൽ എനിക്ക് പിന്നെയും ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായി. എന്നെ ഒരാൾ വിളിച്ച് ഒരുപാട് മോശപ്പെട്ട അനുഭവങ്ങളുണ്ടായ കാര്യങ്ങൾ എന്നോട് പങ്കുവെച്ചു. അത് മലയാള സിനിമയുടെ വളരെ പ്രോമിനൻ്റ് ആയ ഒരു ഫീമെയിൽ സിനി ആർട്ടിസ്റ്റായിരുന്നു. അവരെന്നോട് ഇവർക്ക് ഉണ്ടായ മോശപ്പെട്ട അനുഭവങ്ങളും എന്നെക്കുറിച്ച് പറഞ്ഞ വളരെ എനിക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ചില കാര്യങ്ങൾ ഈ വ്യക്തിയുടെ, ദാറ്റ് ഈസ് വിപിൻ എന്ന് പറയുന്ന എൻ്റെ സോ കോൾ മാനേജർ ആയിരുന്നു എന്ന് അവകാശപ്പെടുന്ന വ്യക്തി പങ്കുവെച്ച കാര്യങ്ങളാണ് എന്നോട് പറഞ്ഞത്. എൻ്റെ സ്വഭാവം വെച്ച് ഞാൻ ജെനുവിൻലി ഫസ്റ്റ് ഫോൺ കോൾ ഇയാൾക്ക് തന്നെയാണ് വിളിക്കാറ്. ഞാനങ്ങനെ ക്രോസ് ചെക്ക് ചെയ്യാനോ മറ്റും നിൽക്കാറില്ല. എന്നാൽ എൻ്റെ വളരെ വേണ്ടപ്പെട്ട ഒരു ഡയറക്ടർ സുഹൃത്തിനോട് ഞാൻ ഈ കാര്യം പങ്കുവെച്ചു. ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന്. ഈ ഡയറക്ടർ ഈ പറയുന്ന സുഹൃത്തിനെ വിളിക്കുന്നു. ഇവർ തമ്മിൽ സംസാരം ഉണ്ടായി. അയാൾ മാപ്പ് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഡയറക്ടർ സുഹൃത്ത് തിരിച്ചു വിളിച്ചു. ഉണ്ണി നേരിട്ട് പോയി സംസാരിക്കണം, ഈ ഇഷ്യൂ ഇവിടെ തന്നെ സോൾവ് ചെയ്യണമെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ ഈ പറഞ്ഞ ഇഷ്യൂ ഉണ്ടായ സ്ഥലത്തേക്ക് ഞാൻ പോകുന്നത്. ദാറ്റ് ഈസ് വിപിൻ കുമാർ എന്ന വ്യക്തി ഇയാളോട് മാപ്പ് പറഞ്ഞു. ഈസ് സോറി ഫോർ വാട്ട് ഹാസ് ഹാപ്പൻഡ് എന്ന് മാപ്പ് പറഞ്ഞതുകൊണ്ട് അത് എന്നോട് നേരിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നി. ബിക്കോസ് ഞാൻ അയാളെ ഒരിക്കലും അയാൾ അവകാശപ്പെടുന്ന പോലെ ഒരു ഡെസിഗ്നേറ്റഡ് ലെവലിൽ നിൽക്കേണ്ട അപ്പുറത്താണ് ഞാൻ കണ്ടത്. ഞാൻ പുള്ളിൻ്റെ ഒരു സുഹൃത്തായാണ് കണ്ടിരുന്നത്. ബിക്കോസ് ഞാൻ കുറച്ചും കൂടി ഡീവേറ്റ് ചെയ്ത് പറയാം. 2018 ആദ്യമായിട്ട് ഉണ്ണിമുന്തൻ ഫിലിംസ് എന്ന സിനിമയുടെ പ്രൊഡക്ഷൻ കമ്പനിയുടെ ഒരു തോട്ട് വന്നത് ഫോർ ദ മൂവി മേപ്പടിയാൻ. ഇനി മേപ്പടിയാൻ്റെ സംഭവം എന്ന് വെച്ചാൽ 2018 തുടങ്ങിയിട്ടുണ്ടെങ്കിലും ഈ സിനിമ അവസാനിച്ച് വന്നപ്പോഴേക്കും 2021 ആയി. വിച്ച് ഈസ് വൈ ഓൾമോസ്റ്റ് 3 ഇയേഴ്സോളം ഞങ്ങൾ ഒരു ടീം, ഇതിൻ്റെ ഒരു HOD എന്ന് പറയുന്ന ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ നിൽക്കുന്ന ടീം വളരെ ഒരു ടെക്നിക്കൽ ക്രൂവിനപ്പുറത്ത് ഒരു സുഹൃത്ത് ബന്ധത്തിലേക്ക് അത് പോയി. സിനിമകളിൽ മാനേജർ പരിപാടി എന്താണെന്ന് ഞാൻ അതും കൂടി ഒന്ന് ക്ലാരിഫൈ ചെയ്യാം. ബിക്കോസ് അതിനെക്കുറിച്ചും ഒരു ചർച്ചകളുണ്ട്. എനിക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ട് ഹു ആർ പ്രൊഡ്യൂസേഴ്സ്, പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, നിങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുപാട് ആൾക്കാർക്ക് എൻ്റെ ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. അപ്പോൾ ഒരു സിനിമ എന്നിലേക്ക് എത്തണമെങ്കിൽ ആർക്കും എപ്പോൾ വേണമെങ്കിൽ വിളിക്കാം. ആ കൂട്ടത്തിൽ പെടുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ആദ്യത്തെ സിനിമയിൽ, പ്രൊഡക്ഷൻ കമ്പനിയുടെ ആദ്യത്തെ സിനിമയിൽ 3 വർഷത്തോളം എൻ്റെ ചുറ്റും നിന്നപ്പോൾ എന്നിലേക്ക് പെട്ടെന്ന് ആക്സസ് കിട്ടാനുള്ള സാധ്യത ഇയാളിലൂടെ ഉണ്ടായിരുന്നു എന്ന് സത്യമാണ്. എന്നാൽ അയാളെ ഞാൻ ഓൾറെഡി എൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ തമ്മിൽ ഒരു അന്തർധാര അല്ലെങ്കിൽ ഒരു ധാരണ ഓൺ പേപ്പർ ഉണ്ടായിട്ടില്ല. ബിക്കോസ് ലെറ്റ്സ് സിനിമയിൽ വളരെ പ്രോമിനൻ്റ് ആയ ഒരു പ്രൊഡ്യൂസറും പ്രൊഡക്ഷൻ മാനേജറും എക്സിക്യൂട്ടീവ് കൺട്രോളായിട്ട് നിൽക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ വളരെ പ്രിയപ്പെട്ട ബാദുഷ ചേട്ടനുണ്ട്. പുള്ളി നമുക്ക് കുറേ പ്രൊജക്റ്റുകൾ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ എനിക്ക് ഒരിക്കലും പുള്ളീനെ എൻ്റെ മാനേജറായിട്ട് കൂട്ടാൻ പറ്റില്ല. പുള്ളി ആ രീതിയിൽ ഞാനത് എക്സാംപ്ലിഫൈ ചെയ്യണം വാട്ട് ഈസ് ദ സിറ്റുവേഷൻ.
അല്ലാതെ എന്നെ ചലഞ്ച് ചെയ്യാൻ പറയില്ല. ഞാൻ അതിൻ്റെ ഒരു മലയാള സിനിമയിൽ ഇനി നടക്കുന്ന അതിൻ്റെ പ്രോട്ടോക്കോൾ. എനിവേസ് ഞാൻ ഈ പറഞ്ഞ ദിവസം ഇയാളെ കാണാൻ പോകുമ്പോൾ വളരെ യാദർശികമായിട്ട് അവിടെ വേറൊരു ഞങ്ങളുടെ കോമൺ ഫ്രണ്ടായ സുഹൃത്ത് അവിടെ ഉണ്ടായി. ഇയാളുമായിട്ട് നിങ്ങൾ ഇന്നലെ ഒരു വീഡിയോ സർക്കുലേറ്റ് ചെയ്ത് കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അതിൽ വളരെ മാന്യമായിട്ടാണ് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. അതിൽ വേറെ നിങ്ങളെല്ലാവരും അല്ലെങ്കിൽ ഒരുപാട് മീഡിയാസ് അല്ലെങ്കിൽ കുറേ പേര് ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്ന അടി ഉണ്ടായിട്ടില്ല. ഇതൊരു അടി കേസായിട്ട് എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ബിക്കോസ് അടി ഉണ്ടായിട്ടില്ല. ഞാൻ ആവർത്തിച്ചുകൊണ്ട് പറയാണ്, ആസ് എ വ്യക്തി എന്ന നിലയിൽ ഞാൻ ഇതുവരെ എൻ്റെ 22-ാം വയസ്സിലും 21-ാം വയസ്സിലും കണ്ട ആൾക്കാർ ഇവിടെ ഈ കൂട്ടത്തിലുണ്ട്. ചേട്ടാ, നമ്മൾ ആദ്യം പരിചയപ്പെടുമ്പോൾ എനിക്ക് 21 വയസ്സാണ്. ഇന്നിപ്പോൾ എനിക്ക് 38 ആവും. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ നുണ പറയാറില്ല. മാത്രമല്ല, എനിക്ക് ചെയ്ത കാര്യങ്ങൾ സമ്മതിക്കാനും മടിയില്ല. അന്ന് ഉണ്ടായ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇയാൾ വരുന്നു, ഞാൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം, ഇയാൾ വരുന്നു. പുള്ളി ചെയ്ത കാര്യങ്ങൾ നമുക്ക് പൊറുക്കാൻ പറ്റാത്ത കാര്യങ്ങളായതുകൊണ്ട് ഒരു സുഹൃത്ത് എന്ന നിലയിൽ എനിക്ക് അറിയണമെന്നുണ്ടായിരുന്നു എന്ത് അവസ്ഥയിലാണ് ഇയാൾ ഇത്രയും മോശപ്പെട്ട കാര്യങ്ങൾ നമ്മളെക്കുറിച്ച് സംസാരിക്കുന്നത്. എൻ്റെ സുഹൃത്തായ മറ്റേ ഡയറക്ടർ പറഞ്ഞു ഇയാൾ ഓൾറെഡി അപ്പോളജറ്റിക് ആണെന്ന്. ഒരു ഹീറ്റഡ് ആർഗ്യുമെൻ്റിൻ്റെ ഭാഗമായിട്ട് ഇയാളോട് കൂളിംഗ് ഗ്ലാസ് എന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇവിടെ നിങ്ങളോട് മുന്നിൽ കൂളിംഗ് ഗ്ലാസ് ഇരുന്ന് സംസാരിച്ച് കഴിഞ്ഞാൽ യു വിൽ ഫീൽ ഇൻസൾട്ടഡ്. ബിക്കോസ് ഞാനൊരു സീരിയസ് കാര്യം സംസാരിക്കാൻ വരികയാണ്. നിങ്ങൾ ആ സൈക്കോളജിക്കൽ സാധനം മനസ്സിലാക്കുന്നെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിവേസ്, ഒരു ഹീറ്റഡ് ആർഗ്യുമെൻറ്റ് ഞാൻ ഈ കൂളിംഗ് ഗ്ലാസ് വലിച്ചെറിഞ്ഞു. സത്യമാണ്. പുള്ളി പേടിച്ചിട്ട് കുറച്ച് നേരത്തിന് കരഞ്ഞിട്ട് പുള്ളി മാപ്പ് പറഞ്ഞ് പോയി. ആ കൂട്ടത്തിൽ അവിടെ ഉണ്ടായ ഞങ്ങളുടെ വളരെ കോമൺ ആയ ഒരാൾ, പുള്ളിക്ക് ഈ വിഷയം എന്താണെന്ന് പോലും അറിയാത്ത ഒരാളാണ്. അത് പോലീസിൻ്റെ അടുത്ത് മൊഴി പറഞ്ഞിട്ടുണ്ട്. പുള്ളി പറഞ്ഞ മൊഴിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് സത്യസന്ധമായിട്ട് പറഞ്ഞ കാര്യങ്ങളാണ്. ഒരു കുറ്റം ഇയാളുടെ ഭാഗത്ത് നിന്നായിട്ടുണ്ട്. അത് പുള്ളി സമ്മതിച്ചു. അത് ഉണ്ണിയോട് ഞാൻ ആകെ ചോദിച്ചത് ഒരു റിട്ടേൺ അപ്പോളജിയാണ്. എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഉണ്ടായ പ്രോബ്ലംസ് എല്ലാം എനിക്ക് ഭാവിയിൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പ്രോബ്ലംസാണ്. അപ്പോൾ എന്നെ ഇതിൽ നിന്ന് ഒഴിവാക്കി തരണം എന്ന് മാത്രമാണ് പറഞ്ഞത്. മാത്രമല്ല, ഇനി അങ്ങോട്ട് നമുക്ക് മുന്നോട്ട് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഒരു ടെക്നീഷ്യൻ ലെവലിൽ മാത്രമല്ല, ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്ക് പുള്ളിയുടെ ഒപ്പം വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. എന്നാൽ ഇതൊരു പബ്ലിക് ഡൊമൈനിൽ പോയിട്ട് പുള്ളിനെ ഡിഫെയിം ചെയ്യാനോ മറ്റു കാര്യം ചെയ്യാനോ നമ്മൾ നിൽക്കുന്നുണ്ടായിരുന്നു. ബിക്കോസ് ഞങ്ങളെല്ലാവരും സുഹൃത്തുക്കളായിരുന്നു എന്ന് പറയാം.